We understand this is a very tough time for you, but we appreciate if you'd answer a few questions for us. Please go ahead. Mrs. Potton, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know about. Sure. What about the van? Excuse me? The van in which they took her. Have you found it? And you are? That's Adam, my brother. Mr. Adam, this is a police investigation in progress. We will let you know as soon as we know the whereabouts of the vehicle. Is that a no, man? Ichaya, please. I'm sorry. നീ എന്തിനാ നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. You still haven't answered my question. Right. Mr. and Mrs. Potton, we're thoroughly within our rights to have you summoned down to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. 10 a.m. tomorrow at the North Bank Police Station, and this time for your sake. I hope you do not have company. ഇച്ചായൻ അവരോട് ഈ പെരുമാറി തൊട്ടും ശരിയായില്ല. നാളെ ഞങ്ങളാ ഇതിന്റെ പേര് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എടാ, നീ കേട്ടില്ലേ അവർ ഓരോ ചോദ്യങ്ങൾ? അവരെപ്പോഴും കുഞ്ഞിന്റെ ഇച്ചായന്റെ തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെത്. ഇച്ചായൻ ആദ്യം മനസ്സിലാക്കാം. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. അവിടെ കയറി അഭിപ്രായം പറയാൻ പോയിട്ട് ഈ റൂമിൽ ഇച്ചായന്റെ പ്രസൻസ് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇച്ചായനോടുള്ള ഞങ്ങൾക്കിപ്പോ ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ. ചില സമയത്ത് ഇച്ചായന്റെ നോട്ടവും ഭാവമൊക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ. പിന്നെ എന്റെ ഭാഗത്തു നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ എം സോറി. നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റിനറിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഡേറ്റിന് നീ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഹലോ, ഇച്ചായൻ എവിടെ? ഞാൻ പുറത്താടാ. ആ പിന്നെ ശ്വേതക്ക് ചെറിയൊരു തലകറക്കം. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. എന്തു പറ്റി? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചായ. BP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. പിന്നെ അതുപോലെ ഇച്ചായൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. ഞങ്ങൾ വരാൻ ചിലപ്പം വൈകും. അതുകൊണ്ട് ഇച്ചായൻ കഴിച്ചു കിടന്നു. ഞാൻ കിടക്കൊന്നുമില്ല. നീ ഡോക്ടറെ കണ്ടാലോടെ വിളിക്കണം കേട്ടോ. ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ. ഞാൻ പറഞ്ഞില്ലേ BP അവൻ കയറിയൊന്ന് കൊളുത്തിയതാ. അയ്യോ ഓക്കെ നോ.
എന്നാ ഇച്ചായൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടില്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്ഗോയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിക്കേലേ ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി. എനിക്കറിയണം ഇളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര് എന്തിനു കൊന്നുവന്ന്. അതിപ്പോൾ ഇച്ചായനെ മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻറ്റാണ്. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടോട്ടിലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? അതുകൊണ്ട് ഇതുവരെ മനസ്സിലായില്ലേ? ഇച്ചായൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്നത്. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീയും ഇവനൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ CT സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എന്നെ അറിയിക്കുക. ഇല്ല ചായ, ഈ ഒരു സിറ്റുവേഷനിൽ ഇച്ചായനോട് പറയാനൊരു മടി. അതുകൊണ്ടാണ്. മരിക്കുന്നവരെ നമ്മുടെ അമ്മച്ചി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലടാ. ഏതായാലും ഉടൻ സ്കോട്ട്ലൻഡ് വിടുന്നില്ല എന്നെൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിനും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും ഒരു സൗന്ദര്യമല്ല ഈ നാടിനുള്ളതെന്ന്. ഒരുതരം മിസ്റ്റിക് ബ്യൂട്ടി. ആ JK റോളിംഗ് ഇവിടെ താമസിച്ചുകൊണ്ട് ഹാരി പോട്ടർ എഴുതിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസസിൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്പർ ഓഫ് കേസസ് കമ്പാരിറ്റീവ്ലി ഒട്ടും കുറവല്ല. നീ എത്ര നിർബന്ധം പറഞ്ഞോണ്ടാ കുറെ പാടുപെട്ടു ഇപ്പം ഇത് കിട്ടാൻ. ആദം, കേറി വാ. നിനക്ക് ഇവിടുന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? അതിനാ. ആ പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴും നീ പറഞ്ഞ റൂട്ടാ ശരി. നമുക്ക് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഹിസ്റ്ററി ഒന്ന് അറിയണം. വേണം. അതിനെന്തൊരു വഴി? വഴിയൊക്കെ ഉണ്ട്. CPRC ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ റിസർച്ച് സെൻറ്റർ. അവരെടുത്തതിൻ്റെ ഫുൾ ഡാറ്റാബേസ് കാണും. നമ്മുടെ ചർച്ചിൽ വരുന്ന ജോർജൻ്റെ മൂത്ത മോൻ CPRCയിലെ റിസർച്ച് സ്കോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ആളെ നേരിട്ട് പരിചയമില്ല. അയാൾ പ്രൊട്ടസ്റ്റൻ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവേഗലൊന്നും അങ്ങനെ വരാറില്ല.